ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈശോയോടൊപ്പം എങ്ങനെ ദിവ്യബലിയിൽ പങ്കെടുക്കാമെന്നും ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുത ശക്തികളെക്കുറിച്ചുമാണ്. ഈ വീഡിയോയിൽ ഞാൻ പറയാവുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആത്മാവുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്. കാരണം നമ്മുടെ സ്വന്തം ആത്മാവാണ് നമ്മോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ ലോകത്തിൽ മറ്റാർക്കും നമ്മളെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയാത്തത് നമുക്ക് സ്വയം നമ്മളെ തന്നെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇന്നർ സെൽഫുമായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു തീരുമാനമെടുത്തു, എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താൻ എല്ലാ ദിവസവും നടക്കാൻ പോകാമെന്ന്. ആദ്യമൊക്കെ ഇത്തിരി പ്രയാസമായിരുന്നുവെങ്കിലും ക്രമേണ ഞാനൊരു 3 മണിക്കൂർ വരെയൊക്കെ നടക്കാൻ പോകാൻ തുടങ്ങി. അതെനിക്ക് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും നല്ല ശക്തിയും ഉന്മേഷവും ഒക്കെ നൽകി. പാട്ടും ധ്യാനപ്രസംഗവും റേഡിയോയും ചർച്ചകളും ക്ലബ് ഹൗസും ഒക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, എൻ്റെ നടപ്പ് എനിക്ക് നല്ലതുപോലെ കൂടുന്നുണ്ട്, പക്ഷേ എൻ്റെ വണ്ണം ഒട്ടും കുറയുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, എൻ്റെ നടപ്പൊക്കെ വളരെ കൂടുതലാണ്, പക്ഷേ എൻ്റെ വണ്ണം ഒട്ടും കുറയുന്നില്ല. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, മമ്മി നടക്കാൻ പോകുമ്പോൾ പട്ടികളെ കൊണ്ടൊക്കെ ആൾക്കാർ നടക്കാൻ വരാറുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരുപാട് പേരുണ്ട്. അവൻ ചോദിച്ചു, അവർ പട്ടിയെ കൊണ്ട് നടത്തുന്നത് പട്ടിയുടെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയാണോ? ഞാനൊന്ന് ചിരിച്ചു. അവൻ തുടർന്നു, പട്ടി എപ്പോഴും നടക്കേണ്ട ഒരു ജീവിയാണ്. അതിന് വിടാതെ വീട്ടിൽ കെട്ടിയിടുന്നത് കൊണ്ടാണ് അവരതിനെ നടക്കാൻ കൊണ്ടുപോകുന്നത്. മനുഷ്യരും അതുപോലെ തന്നെയാണ്. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ നടക്കാൻ വേണ്ടിയാണ്. ആഹാരം തേടിയും സുരക്ഷിത താവളം തേടിയും ഭൂമിയിൽ എല്ലായിടവും നടക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യർ. ആ നടപ്പ് ഇപ്പോൾ മനുഷ്യർക്കില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ നടക്കാൻ പോകുന്നത്. അല്ലാതെ വണ്ണം കുറയ്ക്കാനോ ആരോഗ്യം നേടാനോ ആ നടപ്പ് മതിയാവില്ല. അതുണ്ടാകണമെങ്കിൽ മമ്മി ജിമ്മിൽ പോകണം, വർക്കൗട്ട് ചെയ്യണം, അധിക ജോലി ശരീരത്തിലെ എല്ലാ മസിലുകൾക്കും കൊടുക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ആരോഗ്യം മെച്ചപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമുക്കുണ്ടാകാൻ പോകുന്നത്. നമ്മുടെ ഭൗതിക ജീവിതത്തിലെ ഇതേ സാഹചര്യം തന്നെയല്ലേ ഇപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഉണ്ടായിരിക്കുന്നത്. സൃഷ്ടാവിനെ തേടുക എന്നത് മനുഷ്യൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അത് സ്വാഭാവികമായി തന്നെ മനുഷ്യരുടെ ഉള്ളിലുണ്ടാകും. എന്നെപ്പോലെ തന്നെ അനേകം പേരുണ്ട് എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ ആത്മീയ ജീവിതം ഇപ്പോൾ ഭൗതിക ജീവിതം, അതായത് ഫാസ്റ്റ് ഫുഡ് ഇഷ്ടപ്പെടുന്ന ഭൗതിക ജീവിതം പോലെ ആയിരിക്കുകയാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കും മുതൽ ധ്യാനപ്രസംഗം യൂട്യൂബിൽ കേൾക്കാൻ തുടങ്ങും. ഒന്ന് കഴിയുമ്പോൾ അടുത്തത്, പിന്നെ ദിവ്യബലി, ജപമാല എന്ന് തുടങ്ങി അടുക്കളപ്പണി മുതൽ കുളി വരെ ഇപ്പോൾ ധ്യാനപ്രസംഗം കേട്ടുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇത് തന്നെയാണ് നമ്മുടെ പരിപാടി. ആത്മീയ ഫാസ്റ്റ് ഫുഡ് കഴിച്ച് നമ്മൾ തടിച്ചു കൊഴുത്ത് അനങ്ങാൻ പറ്റാത്ത പരുവത്തിലായിരിക്കുകയാണ്. ശരീരത്തിൽ ദുർമേധസ് ഉണ്ടാകുന്നത് പോലെ തന്നെ സ്പിരിച്വലി നമുക്ക് ദുർമേധസ് ഉണ്ടാകും. സ്പിരിച്വലി ഇന്ന് നമ്മൾ സോ ഫുള്ളാണ്. ശരീരത്തിലെ അമിതവണ്ണം കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ലാത്തതുപോലെ തന്നെയാണ് നമുക്ക് സ്പിരിച്വലി ഉണ്ടാകുന്ന ഈ അമിതവണ്ണവും. ശരീരത്തിന് വർക്കൗട്ട് ചെയ്യുന്നത് പോലെ തന്നെ ആത്മാവിനും വർക്കൗട്ട് ചെയ്യണം. അതിനാദ്യം നമുക്ക് വേണ്ടത് ഒരു സ്പിരിച്വൽ ബഡിയാണ്. ജിമ്മിൽ പോയി നമുക്ക് നല്ലൊരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു പ്രോഗ്രാമോടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു സ്പിരിച്വൽ ബഡി ഉണ്ടായാലുള്ള ഗുണം. ഇനി നമ്മൾ ഭാഗ്യമുള്ളവരാണ് എങ്കിൽ നമുക്കൊരു സ്പിരിച്വൽ ബഡി ഗ്രൂപ്പ് തന്നെയാകാം. അത് ഏറ്റവും നല്ലതാണ്. എല്ലാ ദിവസവും കുറഞ്ഞത് അരമണിക്കൂർ ഈ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ കേട്ട ഒരു വീഡിയോയെ പറ്റിയോ, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ അനുഭവമോ, അല്ലെങ്കിൽ നമ്മൾ ആരിൽ നിന്നെങ്കിലും കേട്ട കാര്യമോ നമ്മൾ സംസാരിക്കണം. ആ ആൾക്കും ഇതേ വിഷയത്തിൽ താല്പര്യവും ഇഷ്ടവും ഉണ്ടായിരിക്കണം. നമ്മൾ ഒരുപാട് പേരോട് സംസാരിച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് തുല്യമായ വേവ് ലെങ്ത് ഉള്ള ഒരാളെ നമുക്ക് കിട്ടുന്നത്. ആദ്യമൊക്കെ ആൾക്കാർ ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്തവരോ, അല്ലെങ്കിൽ എനിക്കിതിന് താല്പര്യമില്ല എന്ന് പറയുകയോ, അല്ലെങ്കിൽ വളരെ ഡിസിൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുകയോ ഫോൺ എടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുക. നമുക്ക് സഹോദരങ്ങളുടെ ആകാം, നമ്മുടെ സഹപ്രവർത്തകരാകാം, നമ്മുടെ കൂട്ടുകാരാകാം, ഇതിലാരെയെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഒരു സിമിലർ താല്പര്യമുള്ള ഒരാളെ നമുക്ക് കിട്ടിയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി എങ്ങനെയാണ് ഈ സ്പിരിച്വൽ ബഡിയുമായിട്ട് സംസാരിക്കേണ്ടതെന്ന് ബൈബിൾ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. ആ ദിവസം ഇവരിൽ 2 പേർ ജെറൂസലേമിൽ നിന്ന് ഏതാണ്ട് 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവുസിലേക്ക് പോവുകയായിരുന്നു.
ഈശോയുടെ കുരിശുമരണത്തിന് ശേഷമാണ് ഇവർ പോവുകയാണ്. അങ്ങനെ ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇനി എങ്ങനെയാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്? അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ജസ്റ്റ് ഇമാജിൻ ഹൗ ബ്യൂട്ടിഫുൾ ദാറ്റ് സിറ്റുവേഷൻ ഈസ്. അവർ സംസാരിക്കുക മാത്രമല്ല, അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തപ്പോഴാണ് ഈശോ അവരുടെ ഒപ്പം യാത്ര ചെയ്തത്. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നുന്ന ഒരു അനുഭവമാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇസ്ലാമിസ്റ്റുകളുമായിട്ട് നടത്തിയ വാദങ്ങൾ. ഇന്ന് സമൂഹത്തിൽ പലർക്കും വാദങ്ങളെ ഭയമാണ്, ഡിസ്കഷൻസിനെ ഭയമാണ്. ഇന്ന് തർക്കങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. എന്താണ് ഈ തർക്കവും വാദവും തമ്മിലുള്ള വ്യത്യാസം? കോടതിയിൽ നമ്മൾ വാദിക്കുക എന്നാണ് പറയുന്നത്, തർക്കിക്കുക എന്നല്ല. കാരണം വാദം എപ്പോഴും രണ്ടുപേർ തമ്മിൽ ഒരു വിഷയത്തെ പറ്റിയായിരിക്കും. അവർക്ക് രണ്ടുപേർക്കും ആ വിഷയത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കും. അവർ രണ്ടുപേരും പറയുന്നത് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി അതിൻ്റെ സത്യം എന്താണ് എന്ന് അവർക്കും മറ്റുള്ളവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്. ആ വാദത്തിൽ എപ്പോഴും ഒരു മീഡിയേറ്റർ ഉണ്ടായിരിക്കും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യുന്നതിനും തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും ഒരു മീഡിയേറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് ശിഷ്യന്മാരും വാദിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഈശോ അവരുടെ കൂടെ മീഡിയേറ്ററായിട്ട് ചേർന്നത്. അതിനുശേഷം എന്താണ് അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് അതിനേക്കാൾ മനോഹരമായിട്ടുള്ളത്. തുടർന്ന് യേശു അവരോടൊപ്പം നടന്നു. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതത്തിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നാണ് ബൈബിൾ പറയുന്നത്. ഇതാണ് നമ്മളൊരു സ്പിരിച്വൽ ബഡിയുമായിട്ട് നമ്മുടെ സ്പിരിച്വൽ റെവലേഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിശ്വാസങ്ങൾ ഒക്കെ നമ്മൾ പറയുമ്പോൾ ഈശോ നമുക്ക് ചെയ്തു തരുന്നത് ഇത് തന്നെയാണ്. തുടർന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വ്യാഖ്യാനിച്ചു തരും. സോഷ്യൽ മീഡിയയിൽ ഞാൻ നടത്തിയ വാദങ്ങളിലെല്ലാം ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഈശോ എന്നെ ബൈബിളിലേക്ക് നയിച്ചത്. മോശ തുടങ്ങി എല്ലാ വിശുദ്ധ ലിഖിതങ്ങളിലും തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നതെല്ലാം വിശദീകരിച്ചു തരുന്നതിന് വേണ്ടി. കാരണം അതുവരെ ഞാൻ ബൈബിൾ പൂർണ്ണമായിട്ടും പഠിച്ചിട്ടില്ലായിരുന്നു. അവിടെയും ഇവിടെയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലായിരുന്നു. അത് പഠിക്കുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നത്. വാദങ്ങൾ എപ്പോഴും കൂടുതൽ പഠിക്കാൻ വേണ്ടിയാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ പതിവായിട്ട് ശരീരത്തിന് വ്യായാമം ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഒരു ഫീല് തന്നെ, അതേ ഒരു ആത്മീയ അയവ് തന്നെ നമ്മുടെ ആത്മാവിനും ഉണ്ടാവും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഒക്കെ നമുക്കൊരു താല്പര്യമുണ്ടാകും. അപ്പോൾ അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാകാം, അവരവരുടെ ഇഷ്ടങ്ങളനുസരിച്ച്. അപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് നിർത്തരുത്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടാം, അങ്ങനെ നമുക്ക് ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കണം. പരിഹസിക്കപ്പെടാം, തർക്കങ്ങളുണ്ടാകാം. അപ്പോഴെല്ലാം ഓർക്കുക, ഞാൻ വാദിക്കാനാണ് വന്നിരിക്കുന്നത്. എന്നോടൊപ്പം ഈശോ വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നമ്മളിതെല്ലാം ചെയ്യുന്നത് ആരെയെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ നമ്മൾ ആരെയെങ്കിലും എന്തെങ്കിലും മനസ്സിലാക്കിക്കാൻ വേണ്ടിയോ പഠിപ്പിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല. ശരീരത്തിന് വ്യായാമം ചെയ്യുന്നത് നമ്മുടെ തന്നെ ഗുണത്തിനാകുന്നത് പോലെ ഇത് ചെയ്യുന്നതും നമ്മുടെ തന്നെ മനസ്സിന് ആരോഗ്യവും പ്രസരിപ്പും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഈ ആധുനിക ടെക്നോളജി അനുസരിച്ച് നമ്മൾ സംസാരിക്കുന്നതനുസരിച്ച് നമ്മുടെ ന്യൂസ് ഫീഡ് യൂട്യൂബിലും അലോകരുതും ഒക്കെ മാറുമെന്നാണ് ടെക്നോളജി അറിയാവുന്നവരൊക്കെ പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് 100% ഉറപ്പില്ല, എങ്കിലും എന്തോ ഉണ്ട് എന്ന് ഞാനും വിശ്വസിക്കുന്നു. എന്തു തന്നെ ആയാലും അത് ശരിയാണ് എങ്കിൽ ഇങ്ങനെ നമ്മൾ പരസ്പരം സംസാരിക്കുന്ന വിഷയങ്ങൾക്കനുസരിച്ച് നമുക്കറിയേണ്ട കാര്യങ്ങൾ നമുക്ക് മുൻപിലെത്തും. ദൈവത്തെ അറിയാൻ ശാസ്ത്രത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഇത് ശാസ്ത്രീയമായി തന്നെയാണല്ലോ നമ്മൾ ദൈവത്തെ അന്വേഷിക്കേണ്ടത്. ഈ യാത്ര ആത്മാർത്ഥമാണ് എങ്കിൽ ഈ യാത്ര നമ്മളെ ബൈബിളിലെത്തിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ അങ്ങനെ വചനത്തെക്കുറിച്ചുള്ള നമ്മുടെ അന്വേഷണം നമ്മൾ സ്വയം നടത്തണം. ദിവസം ഒരു അരമണിക്കൂറെങ്കിലും 10 മിനിറ്റ് ബൈബിൾ വായിക്കുക, 10 മിനിറ്റ് ധ്യാനിക്കുക, 10 മിനിറ്റ് നോട്ട്സ് എഴുതുക. അങ്ങനെ ഒരു വ്യായാമം നമുക്കുണ്ടായിരിക്കാം. ബാക്കിയുള്ള സമയമൊക്കെ നമുക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കേൾക്കാം. അത് വളരെ നല്ലതാണ്, അതിലൊരു കുഴപ്പവുമില്ല. കാരണം
ടി വിയിൽ ആരെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നത് നോക്കി നമ്മൾ എത്ര മണിക്കൂർ ഇരുന്നാലും നമ്മുടെ വണ്ണം കുറയുകയില്ല. അതുപോലെ തന്നെയാണ് ടി വിയിൽ നമ്മൾ ധ്യാനപ്രസംഗങ്ങൾ മണിക്കൂറുകൾ കേട്ടുകൊണ്ടിരുന്നാൽ നമുക്കൊരു മാറ്റവും നമ്മളിൽ ഉണ്ടാകില്ല. അങ്ങനെ നമ്മളിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ വി ഷുഡ് ഗെറ്റ് കണക്റ്റഡ് വിത്ത് ദ റൈറ്റ് പീപ്പിൾ, വിത്ത് ദ റൈറ്റ് ഗ്രൂപ്പ്. അങ്ങനെ പലരുടെ ചിന്തകളിൽ നിന്ന് നമുക്ക് പുതിയ ചിന്തകൾ കിട്ടും. ഇതിനിടയ്ക്ക് നമുക്ക് റോങ് കണക്ഷൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു യാത്രയും ഡേഞ്ചർ ഫ്രീ അല്ല. റോങ് പീപ്പിൾ വരാം, റോങ് ഐഡിയാസ് വരാം, റോങ് ആശയങ്ങൾ നമുക്ക് വരാം. അപ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കണം. ഇത് സൃഷ്ടാവിനെ തേടിയുള്ള ഒരു യാത്രയാണ് എങ്കിൽ, നമ്മുടെ മനസ്സ് നിഷ്കളങ്കമാണ് എങ്കിൽ ദൈവം ഈ യാത്ര ശുഭകരമാക്കും. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ അബിമേലെക്കിനോട് ദൈവം പറയുന്ന ഒരു വാചകമുണ്ട്. നിർമ്മല ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തത് എന്നെനിക്കറിയാം. പാപം ചെയ്യുന്നതിൽ നിന്നും നിന്നെ തടഞ്ഞത് ഞാനാണ്. അതുകൊണ്ട് ആത്മീയമായി നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ റോങ് കണക്ഷൻസ് ഉണ്ടാകാം, ചില കണക്ഷൻസ് പോകാം, പുതിയത് ചിലത് വരാം. ഒരു കാര്യം മാത്രം നമ്മൾ ഓർക്കുക, വാദങ്ങൾ തർക്കങ്ങളാകരുത്. അറിവില്ലായ്മയാണ് തർക്കങ്ങൾക്ക് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ ഉണ്ടായാൽ ആ വിഷയത്തിൽ നമ്മൾ അറിവ് നേടാനായിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. ആ അറിവില്ലായ്മ മറ്റേ ആളുടേതാണെങ്കിൽ നമ്മൾ അയാളെ ആ വഴിക്ക് വിടുക. നമ്മുടെ അറിവില്ലായ്മയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുക. വാദമുണ്ടാകുമ്പോൾ പുതിയതായി വെളിപ്പെട്ട് വിടുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് അറിയാനായിട്ട് ശ്രമിക്കുക. ഒരാൾ പറയുന്നത് മാത്രമല്ല നമ്മൾ കേൾക്കേണ്ടത്, പലരും പറയുന്നത് നമ്മൾ കേൾക്കുകയും പഠിക്കുകയും വിവേചിച്ചറിയുകയും അങ്ങനെ നമുക്കൊരു സ്വയം ഒരു റിഫ്ലക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുക. ആ റിഫ്ലക്ഷൻസാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. നമുക്കെന്ത് അതിനെക്കുറിച്ച് തോന്നുന്നു, നമുക്കെന്ത് മാറ്റം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നമുക്കെന്ത് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. അങ്ങനെ ഒരു സെൽഫ് സ്റ്റഡി ആയിരിക്കണം. സൃഷ്ടാവിനെ അന്വേഷിച്ചുള്ള ഒരു സെൽഫ് സ്റ്റഡി ആയിരിക്കണം നമ്മൾ നടത്തുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിന് ചേർന്ന ഒരു സ്പിരിച്വൽ ബഡിയെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ മനോഹരമായ ഈ ഭൂമിയിലെ ഈ യാത്ര എന്ന് പറയുന്നത് ഫിസിക്കലി, മെൻ്റലി അല്ലെങ്കിൽ സ്പിരിച്വലി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു യാത്രയാകുന്നതിന് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി തുടർന്ന് വരുന്ന വീഡിയോയിൽ ഈ സ്പിരിച്വൽ കണക്ഷൻസിൻ്റെ വിവിധ ലെവൽസ് ഓഫ് കണക്ഷൻസും അതുപോലെ ആ ലെവൽസ് ഓഫ് കണക്ഷൻസിൽ എന്തൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അതെങ്ങനെയാണ് നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ, എനിക്ക് കിട്ടിയ ചിന്തകൾ പങ്കുവയ്ക്കുന്നതായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.